ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെസ്കാൻ വേവ്. ഇന്ന് നമ്മൾ ലൈനിങ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് എടുക്കുന്നതും ഷോൾഡർ കാൽക്കുലേഷൻ എല്ലാം നമ്മൾ നേരത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് ചാനലിൽ കയറിയിട്ട് ആ 2 വീഡിയോസ് ഒന്ന് കാണണേ, അപ്പോഴാണ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ആക്ച്വലി ഞാനിത് ബാക്ക് പാർട്ട് വെച്ചിട്ട് മെഷർ ചെയ്ത് വരച്ചു വെച്ചതാണ്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളതിന് എന്ത് ചെയ്യുക, നമ്മൾ ബാക്ക് പാർട്ട് നമ്മുടെ സൈഡിലേക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം വരുന്ന രീതിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഫ്രണ്ട് പാർട്ടിലാണ് നമ്മൾ ഹുക്സും ഈ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മുടെ സൈഡിലേക്ക് വെക്കുക. എന്നിട്ടൊരു 1/4 ഇഞ്ചിൽ ഞാൻ അവിടെ ഒരു 2 വര വരച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ആ 1/4 ഇഞ്ചിൻ്റെ അപ്പുറത്തേക്ക് നമ്മളുടെ ബാക്ക് പോർഷൻ വെച്ചിട്ട് ഷോൾഡറും അതേപോലെ തന്നെ ചെസ്റ്റ് അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു 1/4 ഇഞ്ച് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുള്ള സീം അലവൻസും കൂടി ചേർത്തിട്ട് ബാക്ക് പോർഷനിൽ നമ്മൾ 2.25 കൊടുത്തത്. അപ്പോൾ ഇവിടെ നമുക്കത് 3 ഇഞ്ചാവും. ഓക്കെ, അല്ലെങ്കിൽ ആ സീം അലവൻസ് കഴിഞ്ഞിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് നിങ്ങൾ 2.25 മാർക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്താലും കറക്റ്റ് ആയിരിക്കും. അതുപോലെ ഇറക്കം ഞാൻ എടുക്കുന്നത് 6.25 എനിക്ക് റെഡി ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ ആ മുകളിലുള്ള 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് താഴേക്ക് 6 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മളൊരു സാധാരണ ഒരു യൂനെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് പോർഷൻ ഒന്നുകൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. ചെസ്റ്റ് പോർഷൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നേരത്തെ വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് അപ്പർ ചെസ്റ്റ് ആണോ എന്ന്. എപ്പോഴും ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് അപ്പർ ചെസ്റ്റാണ്. അതായത് ഒരു ആം ഹോൾ മുതൽ അടുത്ത ആം ഹോൾ വരെ നമ്മുടെ 2 കക്ഷങ്ങളും തമ്മിൽ ഉള്ള ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ, അവിടെ ചുറ്റിയെടുക്കുന്ന ആ ഒരു റൗണ്ടാണ് ഈ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. ബസ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ ഫുൾ ബസ്റ്റ് റൗണ്ട്, അതും അല്ലെങ്കിൽ മിഡിൽ ബസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഏറ്റവും ബസ്റ്റിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗത്ത് വെച്ചിട്ട് എടുക്കുന്ന റൗണ്ട്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് എന്ന് എപ്പോഴും പറയുമ്പോൾ നമ്മളെ കക്ഷത്തിൻ്റെ അത് കൂടെ ചുറ്റിയെടുക്കുന്ന ആ റൗണ്ട് തന്നെയാണ്. അത് നമ്മൾ 9 ഇഞ്ചാണ്, 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9, അതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് ഈസ് നമ്മൾ ചേർത്തിട്ടാണ് ബാക്ക് പോർഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കുക, 9.25 പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസും. ഇനിയാണ് നമുക്ക് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാനുള്ളത്. ആ മുകളിലെ 1/2 ഇഞ്ച് സീം അലവൻസ് കഴിഞ്ഞിട്ട് താഴേക്ക് നമ്മുടെ അപ്പെക്സ് പോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോൾഡർ മുതൽ നിപ്പിൾ പോയിൻറ്റ് വരെയുള്ള പോയിൻറ്റ് മാർക്ക് ചെയ്യുക. അതാണ് എനിക്കിവിടെ 9.5 ഇഞ്ചാണ്. അതേപോലെ തന്നെ നേരെ താഴേക്ക് വന്നിട്ട് നമ്മുടെ അണ്ടർ ബ്രസ്റ്റ് പോയിൻറ്റും കൂടി നിങ്ങൾ നോക്കണം. അണ്ടർ ബ്രസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് വേസ്റ്റ് റൗണ്ടിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് നേരെ ബ്രസ്റ്റിൻ്റെ താഴെയുള്ള ആ ഒരു പോർഷനും കൂടി എത്രയാണെന്ന് നോക്കണം. പൊതുവേ എല്ലാവർക്കും ഒരു 3 ഇഞ്ച് 3.5 ഇഞ്ച് മാക്സിമം അങ്ങനെയാണ് വരാറുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് അങ്ങനെ അളവെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പെക്സ് പോയിൻ്റ് എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഷോൾഡർ ടു നിപ്പിൾ പോയിൻറ്റ്, അത് കഴിഞ്ഞിട്ട് അതുപോലെ 9 ആണെങ്കിൽ നിങ്ങളൊരു 12 മാർക്ക് ചെയ്യുക താഴെ അണ്ടർ ബ്രസ്റ്റ്. ഇവിടെ എനിക്ക് 9.5 അതുപോലെ അണ്ടർ ബ്രസ്റ്റ് പോയിൻ്റ് വരുന്നത് 12.5. അപ്പോൾ അത് രണ്ടും ഞാൻ ഇതുപോലെ നീട്ടി വരച്ചിട്ടുണ്ട്. വരച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു പോയി, അപ്പോൾ ഞാനതൊന്ന് നേരെയാക്കട്ടെ കേട്ടോ. ഇനി നമ്മളിപ്പോൾ വരച്ച ആ ഒരു 9.5 ഇഞ്ചിൽ വരച്ച ലൈനാണ് നമ്മളുടെ ബസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാനുള്ളത്. ബസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുൾ ബസ്റ്റ് റൗണ്ട്, മിഡിൽ ബസ്റ്റ് റൗണ്ട് എന്ന് പറയുന്ന ബസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബാക്ക് പോർഷൻ ആദ്യം എടുക്കുക, എന്നിട്ട് അതേ പൊസിഷൻ, അതായത് 1/2 ഇഞ്ച് സീം അലവൻസ് കഴിഞ്ഞിട്ടാണ് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ നിന്നും നിങ്ങളുടെ നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ലെങ്ത്ത് എത്രയാണോ അവിടെ നമ്മളിതാ ഇതേപോലെ വെച്ച് നോക്കുമ്പോൾ ബാക്ക് പോർഷനിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ 9 ഇഞ്ചാണ്. ശരിക്കും നമുക്കിവിടെ കിട്ടേണ്ട എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ബസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കുക. ഇവിടുത്തെ കേസിൽ 37 ഇഞ്ചാണ് ഫുൾ ബസ്റ്റ് റൗണ്ട്. അപ്പോൾ അതിൻ്റെ 1/4 എന്ന് പറയുമ്പോൾ 9.25 വരും. അപ്പോൾ നമ്മൾ മുകളിൽ ചെസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ 3/4 ഇഞ്ച് ലൂസിന് വേണ്ടി ആഡ് ചെയ്ത പോലെ തന്നെ ഇവിടെയും നമ്മൾ ലൂസിന് വേണ്ടി 3/4 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എത്രയാണ്, 9.25 3/4 കൂടി 10 ഇഞ്ച് വേണം. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ളത് 9.25 തൊട്ടടുത്തായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് 9.25 നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി ഇവിടെ ബാക്ക് പോർഷനിൽ ശരിക്കും 3/4 ഇഞ്ചിൻ്റെ കുറവ് നമുക്കുണ്ട്. ആ 3/4 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് സൈഡിലുള്ള ബസ്റ്റ് റൗണ്ടിൻ്റെ പോയിൻറ്റിൽ നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കണം.
അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. അതായത് 37/4 പ്ലസ് 1/4 ഇഞ്ച് ഈസ് ചേർക്കുമ്പോൾ നമുക്ക് 10 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ ആ ബാക്കിൽ ഉള്ള കുറവിൻ്റെ എത്രയാണോ കുറവുള്ളത് അത് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്കിവിടെ 1/4 ഇഞ്ച് കുറവുള്ളതുകൊണ്ട് ഞാനിവിടെ 10.25 ആഡ് ചെയ്തു. എന്നിട്ട് ആ ഒരു പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. 10.25 മുകളിലുള്ള 9.25 ലൈനും കൂടി നമ്മളിതാ നേരെ ചരിച്ച് വരച്ചു. ചരിച്ച് വരയ്ക്കുക പറഞ്ഞാൽ ആ 2 പോയിൻറ്റും കൂടി മുട്ടുന്ന രീതിയിലാണ് വരച്ചാൽ മതി. അങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ അത് ഉള്ളിലേക്ക് തള്ളി വരാം ആ ലൈന്. എനിക്കിപ്പോൾ പുറത്തേക്ക് തള്ളിയിട്ടാണ് ആ ലൈന് ഇരിക്കുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് നമ്മുടെ നിപ്പിൾ ടു നിപ്പിൾ പോയിൻ്റ് എത്രയാണോ അതിൻ്റെ പകുതി. അപ്പോൾ എനിക്കിവിടെ 3.25 ഇഞ്ചാണ്. അത് നമ്മൾ ആ 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, ഫുൾ ബസ്റ്റ് റൗണ്ട്, അത് ഡിവൈഡഡ് ബൈ 10 ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ 37 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ എനിക്ക് 3.25 അങ്ങനെ കണക്കാക്കിയാലും കുഴപ്പമില്ല. ബസ്റ്റ് റൗണ്ടാണ്. ഇനി ഈ ഒരു 3.25 എന്നുള്ള പോയിൻ്റ് നമ്മളുടെ ബസ്റ്റ് റൗണ്ടിൻ്റെ ലൈനിലും അതേപോലെ തന്നെ അണ്ടർ ബസ്റ്റ് റൗണ്ടിൻ്റെ ലൈനിലും മാർക്ക് ചെയ്തിട്ട് അതിനെ രണ്ടും കൂടി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ജോയിൻ ചെയ്യുക. ഇപ്പോൾ നമുക്ക് മെയിൻ ടക്കിൻ്റെ ഹൈറ്റും കിട്ടി, അതേപോലെ പോയിൻറ്റും കിട്ടി. ഇനി അതിൻ്റെ വിഡ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ബ്ലൗസിൽ തന്നെ ഏറ്റവും മെയിനായിട്ടുള്ള ടക്ക് ഇതാണ്. അപ്പോൾ ഇത് പലരും ഒരു ഊഹത്തിന് അങ്ങോട്ട് ചെയ്യുകയാണ്, 2 ഇഞ്ച് 1.5 ഇഞ്ച് അങ്ങനെ. പക്ഷെ ശരിക്കും ഇത് കണ്ടുപിടിക്കാനുള്ള ആക്ച്വൽ മെത്തേഡ് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കുറേ വീഡിയോസിലൊന്നും എന്തായാലും കാണാൻ പറ്റില്ല. പലരും പല രീതിയിലൊരു ഊഹത്തിലൊക്കെയാണ് ചെയ്യുന്നത്. എക്സാക്റ്റായിട്ട് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാഷാണ് കേട്ടോ നമുക്കിത് പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് എല്ലാവരുടെ ബോഡിയിൽ നിന്നും നിങ്ങൾക്ക് അളവെടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇപ്പോഴുള്ള വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് ഉണ്ടല്ലോ, ഫ്രണ്ട് പോർഷനിലെ വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ആ ബസ്റ്റ് റൗണ്ടും അതുപോലെ ചെസ്റ്റ് റൗണ്ടും കൂടി നമ്മൾ ജോയിൻ ചെയ്ത് വരച്ച ഒരു വരയുണ്ട്, അതങ്ങനെ ചെരിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ആദ്യം മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ എനിക്കിവിടെ ഫ്രണ്ടിൽ 11.5 ഇഞ്ചാണ് വരുന്നത്. ഇനി അതേ ഭാഗത്ത് നമ്മൾ ബാക്ക് പോർഷൻ എടുക്കുക. ബാക്ക് പോർഷനിൽ ഇവിടെ വരുന്നത് എനിക്ക് 8 ഇഞ്ചാണ്. പക്ഷെ നമ്മുടെ അവിടെ ഒരു ടക്ക് വരുന്നുണ്ട് 1/2 ഇഞ്ച്. ആ 1/2 ഇഞ്ച് ടക്ക് പോയി കഴിഞ്ഞാൽ എനിക്കവിടെ 7.5 ഇഞ്ചാണ് വരിക അല്ലേ. 1/4 ഇഞ്ച് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടുള്ള ടക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കവിടെ ടോട്ടൽ 1/2 ഇഞ്ച് അവിടെ നിന്ന് പോവും. ഇതേപോലെ ഞാൻ മടക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്കവിടെ 7.5 ഇഞ്ചാണ് വരിക. അപ്പോൾ ഫ്രണ്ടിൽ 11.5 ഇഞ്ച് കിടക്കുന്നുണ്ട്, ബാക്കിൽ 7.5 ഇഞ്ചും കിടക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ എത്ര എനിക്ക് കിട്ടണം? 7.5 എനിക്ക് വേണ്ട വേസ്റ്റ് റൗണ്ട്. നമ്മളത് ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 30 ഇഞ്ചാണ് എൻ്റെ വേസ്റ്റ് റൗണ്ട്. അപ്പോൾ അതിൻ്റെ 4/1 7.5 എനിക്ക് കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് എത്ര കൂടുതലുണ്ട്? 4 ഇഞ്ച് നമുക്ക് കൂടുതലുണ്ട്. ആ ഒരു 4 ഇഞ്ചാണ് നമ്മളിവിടെ കുറയ്ക്കേണ്ടത്. അതായത് 11.5 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ നമ്മളിവിടെ 4 ഇഞ്ച് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ആ ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്തിടത്തുനിന്ന് സൈഡിലേക്ക് ലെഫ്റ്റിലേക്കും 2 ഇഞ്ച് റൈറ്റിലേക്കും 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിൻ ടക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോരുത്തരുടെയും ബോഡി ഷേപ്പിനനുസരിച്ചും അതുപോലെ ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു 2 ഇഞ്ചാണ് നമ്മുടെ മെയിൻ ടക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ 2 ഇഞ്ചൊക്കെ വിഡ്ത്ത് വരുമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. പക്ഷേ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നീട്ടി വരച്ചിരിക്കുന്ന ഈ വര 11.5 ഇഞ്ച് ഉള്ളത് കൊണ്ട് നമ്മളുടെ ശരിക്കും ബാക്ക് പോർഷനിലെ വേസ്റ്റ് റൗണ്ട് എത്രയാണ് വരുന്നത്? 7.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഈ 11.5 നിന്ന് ഞാൻ 7.5 കുറച്ചു. അപ്പോൾ എനിക്ക് 4 ഇഞ്ച് കിട്ടി. ആ 4 ഇഞ്ചാണ് നമ്മളിവിടെ ടക്കായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ടക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹുക്കിൻ്റെ അവിടേക്കുള്ള ടക്കിന് നമുക്കൊരു 1.25 ഇഞ്ചോളം വിട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. മെയിൻ ടക്കിന്ന് ഒരു 1.25 ഇഞ്ച് വിട്ടിട്ട് 1/4 ഇഞ്ചിൻ്റെ ടക്ക്. ഓക്കെ, ഞാൻ വരച്ചപ്പോൾ എൻ്റെ ചോക്ക് വളരെ വൃത്തിയുള്ളതായതുകൊണ്ട് അത്ര വൃത്തിയില്ല. നിങ്ങളപ്പോൾ 2 സൈഡിലേക്കും 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ആം ഹോളിൻ്റെ അവിടുത്തെ ടക്കാണ്. ആം ഹോളിൻ്റെ അവിടുത്തെ ടക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 ഇഞ്ച് അതേപോലെ നമുക്കൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഫ്രണ്ടിലെ ആം ഹോൾ നമ്മൾ ഒരു 3/4 ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റിയിട്ട് അതേപോലെ വരച്ചെടുക്കണം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ആം ഹോളിൻ്റെ പകുതി
പകുതി കാണുക, അവിടെ നമ്മുടെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് മുകളിലൊരു 1/2 ഇഞ്ച് നമ്മൾ ഡിഫറൻസ് വേണം. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ടൊന്ന് നമുക്ക് വരച്ചെടുക്കാം. അതിന് ശേഷം വേണം നമ്മൾ ടക്കിടാൻ കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ചെയ്ത് വെക്കായിരുന്നു. ഇനി വേണം നമുക്ക് നമ്മുടെ ടക്ക് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു വരയുന്നത് ഇതുപോലെ നമ്മൾ നേരെ ഇങ്ങനെ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടക്കിൻ്റെ പോയിൻറ്റ് കിട്ടും. അപ്പോൾ ഒരു 2 ഇഞ്ച് മെയിൻ ടക്കിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ഷോൾഡറിൻ്റെ അവിടേക്കും കയറി പോകരുത്, ഒരുപാട് കൈക്കുഴിയുടെ അങ്ങോട്ട് ഇറങ്ങിയിട്ടും പോകരുത്. അല്ലാതെ എപ്പോഴും എല്ലാവർക്കും കിട്ടുന്നത് ആ ഒരു ജോയിൻറ്റിൽ ആയിക്കൊള്ളണം എന്നില്ല. എല്ലാവരും അങ്ങനെ ജോയിൻറ്റിൽ മാർക്ക് ചെയ്യണത് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ജോയിൻറ്റിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. ഓരോരുത്തരുടെ അളവിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടക്ക് പോയിൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് എല്ലായിടത്തും ഇട്ട് കഴിഞ്ഞു. ഇനി നോക്കൂ, നമ്മുടെ നെക്ക് പോയിൻറ്റിൽ നിന്ന്, അതായത് നെക്ക് ഡെപ്തിൽ നിന്ന് നമ്മുടെ ടക്ക് പോയിൻറ്റ് വരെ ഒരു 1/4 ഇഞ്ച് മാത്രം ഒന്ന് ചിരിച്ചൊന്ന് കട്ട് ചെയ്യണം. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ലൂസ് വരും. ഇനിയാണ് നമ്മുടെ ഫ്രണ്ടിലെ ബാൻഡ് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ബാൻഡ് പോർഷൻ കൂടി നമ്മൾ ഇതിനോടൊപ്പം തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ആദ്യം ബാൻഡ് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് നമുക്കിതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മുടെ ടക്ക് പോയിൻ്റ് ഉണ്ടല്ലോ, ടക്ക് പോയിൻറ്റും അണ്ടർ ബ്രസ്റ്റ് പോയിൻറ്റും തമ്മിലുള്ള അകലം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടിട്ട് ഒരു 1/4 ഇഞ്ച് കുറച്ച് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ ഏകദേശം ഒരു 1.25 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ 1.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചു. കുഴിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തു. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ എവിടേക്കാണ് സെറ്റ് സ്ക്വയർ ഒക്കെ എടുത്തിട്ട് അല്ലേ മാർക്ക് ചെയ്തിട്ടില്ല. 1.25 ഇഞ്ച് നമ്മൾ അവിടെയും മാർക്ക് ചെയ്യണം. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്താണോ കിട്ടിയത് അത് തന്നെ നമുക്ക് റൈറ്റ് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് നമ്മളിതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ബാൻഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മുടെ ബാക്ക് പോർഷൻ നമുക്ക് എടുത്ത് വയ്ക്കുക. അതിന് ശേഷം ഇതേപോലെ ആം ഹോൾ മുതൽ നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള വര വരെ നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കണം. അതുപോലെ ബാക്ക് പോർഷൻ്റെ സൈഡും ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്കിവിടെ 8.25 വരുന്നത്. അതേപോലെ ഇവിടെ കിട്ടുന്നത് 5.5. ഓക്കെ, 5.5യും 8.25 എനിക്ക് വരുന്നത്. അപ്പോൾ 8.5യിൽ നിന്ന് 5.5 നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 2.75, 2.25 ഇഞ്ചസ് കിട്ടും. ഈ 2.25 ഇഞ്ചസാണ് നമ്മുടെ ബാൻഡിൻ്റെ റെഡി ആയി കഴിയുമ്പോൾ ഉള്ള ലെങ്ത്ത് വരേണ്ടത്. അപ്പോൾ നമുക്ക് മുകളിൽ ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു 1/2 ഇഞ്ചും താഴെ ബാൻഡിൻ്റെ എന്താ പറയുക ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് കൂടി ചേർത്തിട്ട് എനിക്ക് ടോട്ടൽ 3.25 ഇഞ്ചിൽ കിട്ടണം. ഇനി അതിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗമായിട്ടുള്ള 7.5 ഇഞ്ച് ആ 1/4 ഇഞ്ചിൻ്റെ അപ്പുറത്തേക്കാണ് മാർക്ക് ചെയ്യുന്നത്. അത് ജസ്റ്റ് അതുപോലെ ഒന്ന് വരച്ചു വെച്ചു. എന്നിട്ട് നമുക്ക് കിട്ടേണ്ടത് 2.25 പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ് താഴെയും മുകളിലും കൂടി ചേർത്തിട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അല്പം ചെരിച്ചൊന്നിങ്ങനെ മാർക്ക് ചെയ്യുക. ഒരുപാട് ചിരിക്കണം എന്നില്ല, ഒരല്പം ചെരിച്ചിട്ട് എവിടെയാണോ 3.25 കിട്ടുന്നത് അവിടെ നമ്മളതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 7.5 ഇഞ്ചിൻ്റെ വര വരച്ചു. അത് വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1. അതിൻ്റെ കൂടെ നമുക്ക് എവിടെയാണോ 3.25 കിട്ടുന്നത്, 3.25 എങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ സെയിം ബോഡിയിൽ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തത് കൊണ്ട് ഇവിടെയും നമ്മൾ 1.5 ഇഞ്ച് തന്നെ സീം അലവൻസ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരയ്ക്കുന്നു. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇപ്പുറത്തെ മെഷർമെൻറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനും അതേപോലെ തന്നെ ബാൻഡിൻ്റെ വിഡ്ത്തും ലെങ്ത്തൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1.5 ഇഞ്ചും കൂടി നമ്മൾ അതേപോലെ ഒന്ന് ചേർത്തി വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാൻഡിൻ്റെയും വിഡ്ത്തും ലെങ്ത്തുമായി. ഇനി ഇത് നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടക്ക് പോയിൻ്റ് അതുപോലെ മെയിൻ ആയിട്ടുള്ള എല്ലാം നമ്മൾ ഇതുപോലെ നോച്ചസ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ബാൻഡിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മളൊരു 1/4 ഇഞ്ച് മാത്രം ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യണം. ഒരുപാട് കട്ട് ചെയ്യരുത്, ഒരു 1/4 ഇഞ്ച് മാത്രം ഒന്ന് ജസ്റ്റ് ഇത് അതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രണ്ടാണെന്ന് അറിയാൻ ചെറിയൊരു കട്ടും കൂടി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ബാൻഡ് കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ നേരത്തെ വീഡിയോസ് എന്തായാലും ആ രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ കണ്ടു നോക്കണേ. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്താണ് മെഷർമെൻറ്റ്സ് കാര്യങ്ങൾ എന്നുള്ളത് കുറച്ചും കൂടി വ്യക്തമാവുള്ളൂ. അതിനുശേഷം നമ്മളിതാ ബാൻഡ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതാ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കട്ട് ചെയ്ത ബാൻഡ് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന്. ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ഏതൊരു മെഷർമെൻറ്റ് വന്നാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുമ്പോൾ തന്നെയാണ് എല്ലാ ഔട്ട്ഫിറ്റിനും അത്രയും പെർഫെക്ഷൻ കിട്ടുക. കാരണം എല്ലാ 32 ചെസ്റ്റുള്ള ആൾക്കാർക്കും ആം ഹോളും ബാക്കി അണ്ടർ ബ്രസ്റ്റും കാര്യങ്ങളൊക്കെ ഒരേപോലെ ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് ഒരു പോയിൻ്റ് മാത്രം സെയിം ആയതുകൊണ്ട് ഒരേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് മെഷർമെൻറ്റ് എടുത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ മാക്സിമം ക്ലിയർ ആയിട്ടാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി പോർഷൻസ് സ്ലീവ്, അതുപോലെ നമ്മുടെ ഹുക്ക് കൈ വെക്കാനുള്ള പടി, അതുപോലെ ക്രോസ് പീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെട്ടിയെടുക്കാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.